പോൾസെൻഡറിയെല്ലാം നിറച്ചും പൂക്കളായിട്ടുണ്ട്. എല്ലാം നല്ല പൂക്കളായിട്ട് നിൽക്കുക. ഇത് മജന്ത കളറിലുള്ള ഇത് വൈലറ്റ്. ഇതൊരു ചട്ടിക്കകത്ത് 2 മുട്ടുണ്ട്. മജന്ത കളറുള്ള വന്നിട്ട് വൈലറ്റ് കളർ. ഇത് മഞ്ഞ കളറുള്ള വന്നിട്ട് വൈലറ്റ് കളർ. ഞാനത് പറിച്ച് കളയാൻ തുളസിയെല്ലാം തുളസിക്കെതിർന്നുള്ളിയെടുത്ത് ആ പാട്ട് നല്ല രസമല്ലേ പാട്ട്? തുളസിയുടെ പൂവ് ഉണങ്ങി ഇത് വാങ്ങിയാൽ മതി. തുളസിയും ഉണ്ടാവും, തുളസിപ്പൂവും ഉണ്ടാവും. ആദ്യം ഇത് ആകെയുള്ളൊരു റോസാച്ചെടിയാണിത്. ഇത് മാത്രമേ ഉള്ളൂ റോസാച്ചെടി. ഇതുണ്ട്, അതിലൊരു പൂ ഉണ്ടായിട്ടുണ്ട്. വാടി ഇതുണ്ട്. ഇതൊരു പ്രത്യേക സൈസ് ചെടിയാണ്. ഇലയൊക്കെ പല സൈസ് കളറുള്ള ചെറിയ മജന്ത കളറുള്ള പൂക്കളുള്ള ചെടി. മഴയാകുമ്പത്തേന് ഇതെല്ലാം പോകുന്ന തോന്നുന്നു. ഇങ്ങനെ വലിയ മഴ പെയ്യുവാണെങ്കിൽ ചെടികളൊക്കെ മൊരിഞ്ഞു പോകും. ഭയങ്കര മഴയാണ്. ഡിസംബർ മാസം വസന്തകാല മാസം ഒമ്പടി പൂവുണ്ടാകുന്ന കാലമാണ്. പക്ഷെ മഴയാണ്, എല്ലാം ഒന്നു പോകും. നല്ല രസം ഈ ചെടിയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, എന്നാലും നല്ല രസമാണ്. പൂവാണ്. ഇലയൊക്കെ പ്രത്യേക ഒരു സൈസ് കളറുള്ള ഇലയും അതിൻ്റെ പൂവും ഉണ്ടോ? പൂ നല്ല രസമാണ്. ചുമല് മഞ്ഞയും കൂടെ കൂടിയ പൂ. കാറ്റടിക്കുന്നുണ്ട്. 10 മിനിറ്റ് കാറ്റൊക്കെ വരുന്നുണ്ട്. അടുത്ത മഴയ്ക്ക് മഴ പെയ്യട്ടല്ലേ? വെള്ളം വേണമല്ലോ. വെള്ളമില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലേ? കൃഷിക്ക് വെള്ളം വേണം. ഇതിൻ്റെ പൂവുണ്ടായി വരുന്നുണ്ട്. ഇതിൻ്റെ ചെടിയാണ്. പൂവുണ്ടായി വരുന്നത്. ഇതിന് വേനൽക്കാലം ആയാലും വലിയ കുഴപ്പമില്ല. വെള്ളം ഒഴിച്ചില്ലേ നിന്നോളൂ. ഇതിൻ്റെ തണ്ടയിലൊക്കെ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നത്. നല്ല കട്ടിയുള്ള ഇലയാണ്. ഈ ഇലയിലൊക്കെ വെള്ളം പിടിച്ചു വെക്കുമായിരിക്കും. ഇത്രയും കട്ടിയുള്ള ഇല. പൂവുണ്ടായി വരുന്നുണ്ട്. ഇതൊരു കോളാമ്പിച്ചെടി. നല്ല രസമായി കോളാമ്പിച്ചെടി കാണാനായിട്ട്. കൊച്ചിലെയൊക്കെ ഇതിങ്ങനെ പറിച്ചെടുത്തിട്ട് പടക്കം പൊട്ടിക്കായിരുന്നു. ഇങ്ങനെ പൊട്ടിക്കുന്നത് കണ്ടോ? ഇതാണ് കോളാമ്പിച്ചെടി.
ഈ ചെടി നല്ല ഒരു ഭംഗിയുള്ള പൂ, ധാരാളം പൂണ്ടാകുന്ന ചെടിയാണേ. ഇതിങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ നീണ്ടു വന്നിട്ട് ഇതിനി പൂവാകും. രണ്ടത് ഒരു സൈസ് ചെടിയാണേ. എൻ്റെ പേരറിയത്തില്ല, പക്ഷെ എൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാതുണ്ട്. വള്ളി പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. നിറയെ പൂക്കും. പൂത്ത് തുടങ്ങിയതേ ഉള്ളൂ, നിറച്ചും പൂക്കും.